بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أفضل المخلوقين وعلى آله وأصحابه الفائزين أما بعد ആദരണീയരായ ഉസ്താദുമാരെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഈ മഹത്തായ സ്ഥാപനത്തിൽ, ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടാൻ അനുഗ്രഹിച്ച അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ഉസ്താദുമാർ, രക്ഷിതാക്കൾ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പ്രധാനമായും നമ്മുടെ കുട്ടികളുടെ ഭാവിയും സംരക്ഷണവും എന്തൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ്. എന്നാൽ സാമൂഹിക അന്തരീക്ഷം വളരെ മോശമായതുകൊണ്ട് തന്നെ കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മാറ്റങ്ങളെ എങ്ങനെ അതിജയിക്കണമെന്ന് നാം ആലോചിക്കുകയും ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ, വിചാരങ്ങൾ, വാക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും വേണം. മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം വളരെ കലുഷിതമാണ് എന്ന് നമുക്കറിയാം. തമ്മാടിത്തരങ്ങളും വേണ്ടാത്തരങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും അതിനെതിരെ പ്രതികരിക്കാൻ ആളില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ താന്തോന്നികളായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ മഹല്ലിന്റെ അന്തരീക്ഷത്തിൽ തന്നെ നാം ശ്രദ്ധിക്കുമ്പോൾ 20% ആളുകൾ ജുമുഅക്ക് പോലും വരുന്നില്ല എന്ന യാഥാർത്ഥ്യം നാം അറിഞ്ഞിരിക്കണം. നമ്മൾ പലരും നേരത്തെ വുളൂ ചെയ്ത് പള്ളിയിൽ പോയി ഇഅ്തികാഫ് ഇരുന്ന് ജുമുഅയുടെ വെള്ളിയാഴ്ചയുടെ മഹത്വം ഉൾക്കൊള്ളാൻ തയ്യാറായവരാണ്. പക്ഷേ 20% ആളുകൾ നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും ജുമുഅക്ക് വരുന്നില്ല എന്ന യാഥാർത്ഥ്യം നാം അറിഞ്ഞിരിക്കണം. മാത്രമല്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ അനാശാസം നടക്കുന്ന സമയം ജുമുഅ സമയമാണ്. കുറച്ച് മതബോധമുള്ള ആളുകളൊക്കെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടുമ്പോൾ വേണ്ടാവൃത്തികൾ ചെയ്യുന്ന ആളുകൾ ആ സമയത്തിന് കണക്കാക്കി നമ്മുടെ സ്വന്തം വീട്ടിലെ പെൺകുട്ടികൾ, ആൺകുട്ടികൾ എവിടെയാണെന്ന് പോലും നാം ചിന്തിക്കാറില്ല. ഇതൊരു വസ്തുതയാണ്. മുമ്പൊരു പെൺകുട്ടി വീട്ടിൽ വാതിലടച്ചിരുന്നാൽ നമുക്കൊരു സമാധാനമാണ്. ഇപ്പോൾ വാതിലടച്ചിരിക്കുന്ന പെൺകുട്ടികളെ കൂടുതൽ ഭയപ്പെടേണ്ടതായി വരുന്നു. സോഷ്യൽ മീഡിയകളും സംവിധാനങ്ങളും വിപുലമായതുകൊണ്ട് തന്നെ എവിടെയുമുള്ള ആണ് പെണ്ണ് തമ്മിൽ ബന്ധപ്പെടുന്നതിന് യാതൊരു തടസ്സവുമില്ല. പ്രേമ കല്യാണങ്ങൾ അങ്ങീലും ഇങ്ങീലുമുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലല്ല, മറിച്ച് ഫ്രാൻസിൽ നിന്നും അമേരിക്കയിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക്, നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് പുതിയ പെണ്ണുങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആരും അവിടെ ചെന്ന് അന്വേഷണം നടത്തിയതല്ല. ഇങ്ങനെ കലുഷിതമായ ഒരന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ നാം എങ്ങനെ രക്ഷപ്പെടണം, നമ്മുടെ കുട്ടികൾ എങ്ങനെ സുരക്ഷിതരായി വളരണമെന്ന്
നാം പ്ലാൻ ചെയ്യുകയും ആ റൂട്ടിലൂടെ കർക്കശമായ നിലപാട് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും വേണം. ഒരു മഹല്ല് കമ്മിറ്റിയിൽ വിവാഹത്തിലെ അനാചാരങ്ങൾ ഇല്ലാതെയാക്കാൻ ചർച്ച ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ കരുതി. ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഒരു ദിവസത്തെ അനാചാരം ഒരു തലമുറയുടെ അനാചാരമാണ്. അഥവാ വിവാഹ ദിവസം ഹറാമുകളിൽ നിന്ന് ഒഴിവായി പൂർണ്ണമായും റസൂലുള്ളാന്റെ സുന്നത്തനുസരിച്ചുള്ള ഒരു വിവാഹമാണ് നടന്നതെങ്കിൽ അതിലുണ്ടാകുന്ന ആ കല്യാണം മുഖേനയുണ്ടാകുന്ന കുട്ടികൾ അവർ സ്വാലിഹീങ്ങളാകും. ഈ ഒരു ദിവസം മോശമായാൽ, ഈ ഒരു ദിവസം അനാചാരമായാൽ ആ കുട്ടികളുടെ ആയുസ് മൊത്തം അങ്ങനെയാവും. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഹറാം പറഞ്ഞ കുട്ടികൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്നതാണ്. പല കാരണങ്ങളിൽ ഒന്ന് കല്യാണ ദിവസത്തിലെ അനാചാരമാണ്. അപ്പൊ ഇത്യാദി അനാചാരങ്ങൾ മഹല്ല് കമ്മിറ്റി മുഖേന ഏതെങ്കിലും ഒരു SYS ഓ ഒരു SSF ഓ തീരുമാനിച്ചിട്ട് കാര്യമില്ല. ഒരു മഹല്ലത്തിന്റെ മുഖ്യധാര ആ മഹല്ല് കമ്മിറ്റിയാണ്. ആ മഹല്ല് കമ്മിറ്റിയിൽ തീരുമാനമെടുത്താൽ ഒരു സാമൂഹികമായ സമ്മർദ്ദമുണ്ടാകും. അപ്പൊ തീരുമാനമെടുക്കാൻ വേണ്ടി മഹല്ല് കമ്മിറ്റിയിൽ അങ്ങോട്ട് അഭിപ്രായം പറഞ്ഞാൽ ഒന്നോ രണ്ടോ ആളുകളാണ് ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അതില്ലാതെയാവും. അപ്പോ ഓരോരുത്തരായി വിളിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പിന്നീട് മഹല്ല് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാം എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായി ഒരാളെ, കൂട്ടത്തിൽ ഭേദം എന്ന് നമ്മൾ കരുതുന്ന ഒരാളെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തു. നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കണം. വിവാഹത്തിലുള്ള ഒരു ദിവസത്തെ അനാചാരം ഒരു ആയുസിന്റെ അനാചാരമാണ്. അതുകൊണ്ട് കർക്കശമായി നമ്മൾ തീരുമാനമെടുക്കണം എന്നൊക്കെ അയാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, കാര്യമൊക്കെ നല്ല സംഗതിയാണ്, പക്ഷെ ഞാൻ ആ യോഗത്ത് പങ്കെടുക്കൂല എന്ന് പറഞ്ഞു. അതെന്താ കാര്യം എന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിൽ നടക്കൂല, നിങ്ങൾ ഈ പറഞ്ഞ ശിഷ്ട അനുസരിച്ച് എൻ്റെ വീട്ടിൽ നടക്കൂല, അതൊക്കെ കുട്ടികളാണ് ആക്കിയച്ചലാണ്, അവരെ ഇഷ്ടം പോലെ. അവിടെ നിയന്ത്രിക്കാൻ എനിക്ക് എൻ്റെ വീട്ടിൽ അത്രയുള്ള സ്രോതസ്സേ ഉള്ളൂ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇയാൾക്ക് ഇയാളെ വീട്ടിൽ നടക്കൂലെന്നോ? എന്തായിരിക്കും അതിന്റെ കാരണം? ഞാൻ അവരെ മറ്റ് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ കുടുംബങ്ങൾ പറയുകയാണ്, എങ്ങനെ നടക്കാനാണ്, അവന്റെ മകളെ വിവാഹം പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ, നിക്കാഹ് ചെയ്തിട്ടില്ല. പക്ഷെ പുതിയാപ്പിള ഇടക്കിടക്ക് ഈ പെണ്ണിനെ കൊണ്ടുപോവുകയാണ്. ചിലപ്പോ വൈകുന്നേരം കൊണ്ടുപോകും, രാവിലെ കൊണ്ടുപോകും, ചിലപ്പോൾ രാവിലെ കൊണ്ടുപോകും, വൈകുന്നേരം കൊണ്ടുപോകും. അതിന് യാതൊരു തടസ്സവും എവിടെയില്ല. പിന്നെ ആ ആള് നിക്കാഹിന്റെ മുമ്പ് എന്നെ പെണ്ണിനെ അങ്ങനെ കൊണ്ടുപോകണം വീട്ടിക്ക്, പിന്നെ വിവാഹത്തിലെ അനാചാരം ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ വീട്ടിൽ പലർക്കും വീട്ടിൽ ഒരു പവറില്ല. എൻ്റെ വീട് ഞാൻ വിചാരിച്ചതുപോലെ നടത്താൻ കഴിയുമെന്ന് നമുക്ക് എന്തോ കാരണവശാൽ അവിടെ നമ്മളെ നരമ്പൊക്കെ തളർന്നു പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷം, കല്യാണങ്ങളിൽ ഒരു മാന്യനായ മനുഷ്യന് ശരിക്കൊരു കല്യാണം കൂടി പോരാൻ കഴിയില്ല. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങളെ ശരീരവും നിങ്ങളെ അഹ്ലുകാരുടെ ശരീരവും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് നാം ഇതുപോലെയുള്ള സദസ്സിൽ നിന്ന് എന്തെങ്കിലും കേട്ട് എഴുന്നേറ്റ് പോയാൽ പോരാ. നമ്മൾ ചിന്തിക്കുകയും നമ്മളെ കൊണ്ടാകുന്നത് നമ്മുടെ വീട്ടിൽ നാം ചെയ്യുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമ്മൾ ഒരു പക്ഷേ പിതാവായിരിക്കാം, നമ്മൾ മാതാവായിരിക്കാം, നമ്മൾ ഉപ്പാപ്പയായിരിക്കാം, ഉമ്മാമയായിരിക്കാം, എളാപ്പയോ മൂത്താപ്പയോ അമ്മോനോ ആയിരിക്കാം. ഇങ്ങനെ വിവിധ തട്ടുകളിലുള്ള നാം ഓരോരുത്തരും അവരവരുടെ റോളുകൾ അവിടെ നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. ഒരു പിതാവ് ആരായിരിക്കണം, ഒരു ഉമ്മ ആരായിരിക്കണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിവാഹം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഒരു കുടുംബ ജീവിതത്തിന്റെ ഇസ്ലാമികമായ നിലപാടുകൾ
അവരറിയേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമമനുസരിച്ച് ഏതൊരു മാർഗത്തിലേക്കാണോ പ്രവേശിക്കുന്നതെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് അറിയൽ ഫർള് ഐനാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയൽ ഫർള് ഐനാണ്. ഹജ്ജിന് പോകുന്ന ഒരാള് ഹജ്ജിനെ സംബന്ധിച്ച് അറിയൽ ഫർള് ഐനാണ്. ഏതൊരു അമലിലേക്കാണോ പ്രവേശിക്കുന്നതെങ്കിൽ ആ അമലിനെ കുറിച്ച് അറിയൽ ഫർള് ഐനാണ്, നിർബന്ധമാണ്. ഈ ബോധം പോലും നമ്മിൽ പലർക്കുമില്ല. നമ്മൾ കുട്ടികളെ മദ്രസയിൽ ചേർത്താറുണ്ട്. അതോടുകൂടെ നമ്മളിതെല്ലാം അവസാനിച്ചു എന്നാണ് നമ്മുടെ ധാരണ. നമ്മുടെ മദ്രസകളിലെ സ്ഥിതി എന്താണ്? ഈ അടുത്ത് നമ്മുടെ ദ്വാറുൽ ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരു 6ലും 7ലും പഠിക്കുന്ന പരിസരവാസികളായ 30 കുട്ടികൾ ഒരുമിച്ച് കൂടിയിട്ട് അവർക്ക് വിശുദ്ധ ഖുർആനിന്റെ പാരായണ ശൈലി പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പ് 50 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഈ പരിസരത്തുള്ള 30 കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേകമായ കോച്ചിങ് കൊടുത്ത് അതിന്റെ റിസൾട്ട് പരിശോധിച്ചപ്പോൾ 6ലും 7ലും പഠിക്കുന്ന കുട്ടികൾക്ക് ഖുർആൻ നോക്കി ഓതാൻ പോലും അറിയില്ല എന്നതാണ്. കാണാതെ അറിയുന്ന സൂറത്തുകൾ അറിയാം. അതേ സമയത്ത് ഖുർആൻ ഇങ്ങനെ മറിച്ചിട്ട് 6ലും 7ലും പഠിക്കുന്ന നിങ്ങളെ കുട്ടികൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി പരിശോധിക്കാം. അക്ഷരങ്ങൾ കൂട്ടി എഴുതി വായിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധ്യമല്ല. ഈ ഞെട്ടിക്കുന്ന റിസൾട്ട് മനസ്സിലായപ്പോൾ ഞങ്ങളെ പരിസരത്തുള്ള ഒരു 10-15 മദ്രസകൾ ഞാൻ സമീപിച്ചു. അവിടുത്തെ ഉസ്താദുമാരെ വിളിച്ച് ഈ കാര്യം പറഞ്ഞപ്പോ അവര് പറയാണ് ഇതൊക്കെ എന്നോ അയക്കണം. ഇനി 10 അല്ല 12 വരെ പഠിച്ചാലും നമ്മളെ കുട്ടികൾ നോക്കി മുസാഹിഫ് ഓതൂല, ഖുർആൻ ഓതാൻ കഴിയില്ല. കാരണം അക്ഷരങ്ങൾ, അതിന്റെ തജ്വീദിന്റെ നിയമമല്ല ഇപ്പൊ ഈ പറഞ്ഞത്, അക്ഷരങ്ങൾ വായിക്കാൻ പോലും അറിയാത്ത സാഹചര്യം നമ്മുടെ മദ്രസകളിൽ നിലവിലുള്ള സാഹചര്യം അതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ കുട്ടികളെ പരിശോധിക്കാം. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ കുട്ടികളെ മുസഹഫ് പള്ളിയിൽ ഇങ്ങനെ കാണാമെന്നല്ലാതെ അതൊന്ന് വേണമെങ്കിൽ എടുത്തു ഓതി നോക്കാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അക്ഷരാഭ്യാസം പോലും അതാണ് സ്ഥിതിയെങ്കിൽ ആ അക്ഷരങ്ങളിൽ നിന്ന് അവര് ആദർശങ്ങൾ ഉൾക്കൊള്ളണം. ആ ആദർശങ്ങൾ അവർക്ക് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെട്ടതനുസരിച്ച് പ്രാവർത്തികമാക്കണം. അതിന് അക്ഷരാഭ്യാസം എന്ന പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ നമ്മളൊക്കെ ബോധവാന്മാരായാൽ മാത്രമേ നമ്മുടെ കുട്ടികളും കുടുംബങ്ങളും രക്ഷപ്പെടുകയുള്ളൂ. ഒരു ഭാര്യയെ എങ്ങനെ ഭരിക്കണമെന്ന് ഭർത്താക്കന്മാർക്കറിയില്ല. ഭർത്താക്കന്മാരോട് എങ്ങനെ പെരുമാറണമെന്ന് ഭാര്യമാർക്കറിയില്ല. തിരിച്ചും മറിച്ചും കുറ്റപ്പെടുത്തലുകൾ ഇങ്ങനെ നടത്തി നാം എല്ലാവരും മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം വാപ്പയിലേറെ കുട്ടികളെ സംരക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഉമ്മമാരാണ്. കാരണം വാപ്പമാർ അവരുടെ മഈശത്ത് തേടി പുറത്ത് യാത്രയാകുമ്പോൾ ഈ കുട്ടികളുമായി ഇടപഴകി ജീവിക്കുന്നതും അവരെ സംരക്ഷിക്കേണ്ടതും ഉമ്മമാരാണ്. എന്നാൽ നമുക്കറിയാം, ഒരു കുട്ടിയെ എപ്പോൾ അടിക്കണമെന്ന് ഇസ്ലാമിൽ വ്യവസ്ഥയുണ്ട്. ഒരു കുട്ടിയെ എത്രാം വയസ്സിലാണ് അടിച്ചു തുടങ്ങേണ്ടത്? എത്ര വയസ്സിലാണ്? 10 വയസ്സ്. ഉമ്മമാര് കേൾക്കുന്നുണ്ടാകും. 10 വയസ്സിലാണ് കുട്ടികളെ അടിച്ചു തുടങ്ങേണ്ടത്. അങ്ങനെ അടിക്കണമെങ്കിൽ ഇസ്ലാമികമായ മാനദണ്ഡങ്ങളുണ്ട്, ഇസ്ലാമികമായ കാരണങ്ങളുണ്ട്. ഇന്നാള് ഞങ്ങള് ഒരു അമുസ്ലിമിന്റെ ഒരു ക്ലാസ് കേൾക്കാൻ പോയി. ഗവൺമെന്റ് തലത്തിലുള്ളൊരു ക്ലാസ് ആയിരുന്നു. അങ്ങനെ അമുസ്ലിം പറയുകയാണ്, കുട്ടികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് 7-8 വയസ്സാകുമ്പോഴേക്ക് മാതാപിതാക്കളിൽ നിന്ന് അവര് മാറ്റിക്കിടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഒരു ഭാര്യയും ഭർത്താവും ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾ കണ്ടാൽ, അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടാൽ ആ കുട്ടികൾ മോഷ്ടാക്കളായി മാറും എന്നതാണ് ശാസ്ത്രം. വലിയ വലിയ കള്ളന്മാരെ പരിശോധിക്കുമ്പോൾ ഇവരെന്തുകൊണ്ട് കള്ളന്മാരായി എന്ന അടിമേര് മാന്താൻ നാം ശ്രമിക്കുമ്പോൾ നല്ലൊരു ശതമാനം കള്ളന്മാർക്ക് ഇങ്ങനൊരു വീക്ക്നെസ് സംഭവിച്ചിട്ടുണ്ട്.
നമ്മൾ വിചാരിക്കും മാതാപിതാക്കൾ ചെയ്യുന്നത് കുട്ടികൾ കണ്ടാൽ കുട്ടികൾക്ക് ആ സ്വഭാവമല്ലേ പകരേണ്ടത്, മോഷണവും ഇതും തമ്മിൽ എന്ത് ബന്ധമാണ്? ശാസ്ത്രം അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കും പോലെയല്ല, മറ്റ് പല തെറ്റുകുറ്റങ്ങളായി രൂപാന്തരപ്പെടുമെന്നതാണ്. അദ്ദേഹം ഒരു മുസ്ലിമാണ്, അല്ല ഒരു അമുസ്ലിമാണ്. എന്നാൽ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 6 വയസ്സാകുമ്പോൾ ഉമ്മയെയും ഉപ്പയെയും മാറ്റിക്കിടത്തുന്ന, അല്ലെങ്കിൽ ഈ കുട്ടിയെ മാറ്റിക്കിടത്തുന്ന സാഹചര്യം സൃഷ്ടിക്കണമെന്നാണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത്. എന്നതുപോലെ 10 വയസ്സാകുമ്പോഴാണ് ഒരു കുട്ടിയെ അടിക്കാൻ മാതാപിതാക്കൾക്ക് അധികാരമുള്ളൂ എന്നുള്ളതാണ്. അതിന് മുമ്പ് അടിച്ചാലോ, അതിന്റെ മുമ്പ് അടിച്ചാലുണ്ടാകുന്ന പ്രത്യാക്രമണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രതികാരങ്ങൾ അത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികളെ അടിക്കുന്നത് എന്തിനാണ്? കുട്ടികളെ അടിക്കുന്നത് എന്തിനാണ്? പറഞ്ഞത് കേൾക്കാനിട്ട് അല്ലേ? നിങ്ങൾ അടിച്ചു ഇറങ്ങിയാ പിന്നെ പറഞ്ഞു കേൾക്കുവോ? പിന്നെ എന്തിനാ അടിച്ചത്? കുട്ടിനെ അടിക്കുന്നത് അതിനല്ല, നമ്മളെ ദേഷ്യം തീരാനാണ്. ഞമ്മക്ക് 2 വെച്ചു കൊടുത്താൽ കുട്ടിക്ക് വേദന ആയാലും ഞമ്മക്കൊരു സമാധാനം. അതിനാണ് കുട്ടികളെ അടിക്കുന്നത്. യഥാർത്ഥത്തിൽ 10 വയസ്സാകുന്നതിന് മുമ്പ് കുട്ടികൾ അടിക്കാൻ പാടില്ല എന്ന് ശറഅ നിശ്ചയിക്കാൻ കാരണമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കുട്ടി, അനുസരണമില്ലാത്ത ഒരു കുട്ടി, പൊട്ടിത്തെറിച്ച ഒരു കുട്ടി, വികൃതിയായ ഒരു കുട്ടി എങ്ങനെ വികൃതിയായി എന്ന് ചോദിക്കുമ്പോൾ പ്രധാനമായും ആ കുട്ടി വികൃതി കുട്ടിയാവാൻ നമ്പർ 1 കാരണക്കാരി ഉമ്മയാണ്. ഗർഭകാലത്ത് ഉമ്മയുടെ മനസ്സ് സംഘർഷമാകാൻ പല കാരണങ്ങളുമുണ്ട്. ഒരുപക്ഷെ ഭർത്താവിന്റെ കാരണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പലരുടെയും കാരണം കൊണ്ടായിരിക്കാം. ഗർഭകാലത്ത് സംഘർഷ മനസ്സുകളായാൽ കുട്ടികൾ വൈകല്യമുള്ളവരാകും. ശാരീരിക വൈകല്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിലുപരി ആന്തരിക അവയവങ്ങളിൽ വൈകല്യമുണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാറ്റിലുമുപരി മാനസിക വൈകല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഈ കുട്ടിയല്ല പിഴച്ചത്, കുട്ടിയല്ല ഈ അടിക്ക് ഉത്തരവാദി, ഉമ്മയാണ്. ഉമ്മാക്ക് കാരണം ചിലപ്പോ ഉപ്പയാവാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളാവാം. ഈ കുട്ടി വാസ്തവത്തിൽ വികൃതി കുട്ടിയാവാൻ നിരപരാധിയാണ്. ആ കുട്ടിയുടെ സ്വഭാവം മോശമാകാൻ കുട്ടി നിരപരാധിയാണ്. നിരപരാധിയായതുകൊണ്ടാണ് കുട്ടികളെ അടിക്കൽ ഹറാമാണ് എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. 10 വയസ്സാകുന്നതിന് മുമ്പ് കുട്ടിയെ അടിക്കൽ ഹറാമാണ്. വികൃതി ഉണ്ടായേക്കാം, പറഞ്ഞത് അനുസരിക്കാത്തതാവാം, മറ്റ് പല കാരണങ്ങളാവാം. ഈ കുട്ടി വൈകല്യമുള്ള മനസ്സാവാൻ കാരണം കുട്ടിയല്ല, മറിച്ച് ഉമ്മയാണ്. ഉമ്മാക്ക് ഈ അവസരമുണ്ടാവാൻ ഒരുപക്ഷെ പാരമ്പര്യമായി ഇങ്ങനെ വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവിന്റെ മാനസികമായ പീഡനം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചില സാഹചര്യങ്ങളിൽ നിന്നായിരിക്കാം. എന്താവട്ടെ, ഈ വയറ്റിലുള്ള കുട്ടിക്ക് വൈകൃതങ്ങൾ സംഭവിക്കാൻ കാരണമായത് കുട്ടിയല്ല. കുട്ടി ചെയ്യാത്ത ഒരു തെറ്റിന് നാം കുട്ടിയെ ശിക്ഷിക്കുകയാണ്. കുട്ടി ചെയ്യാത്ത തെറ്റിന് നാം കുട്ടിയെ ശിക്ഷിക്കുകയാണ്. ക്രമമനുസരിച്ച് ഒരിക്കലും ആ കുട്ടിയെ ശിക്ഷിക്കാൻ പാടില്ല. അത് ക്രമം തെറ്റി അക്രമമാവുകയാണ്. അക്രമം ഹറാമാണ്. യഥാർത്ഥത്തിൽ കുട്ടികളിലല്ല വഴിവെച്ചത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മറിയം റളിയല്ലാഹു അൻഹ ഗർഭിണിയായപ്പോ ഗർഭകാലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലാഹു തആല എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ കുലീ വശ്റബി വഖരി ഐനാം, ഈസാ നബി അലൈഹിസ്സലാമിനെ മറിയം ബീവി ഗർഭം ധരിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞ പല കാര്യങ്ങളിൽ ഒന്ന് കുലി, നീ ഫ്രൂട്ട്സുകൾ ഭക്ഷിക്കണം. വശ്റബി, വെള്ളം കുടിക്കണം. വഖരി ഐന, കണ്ണ് കുളിർമയാവണം, അഥവാ മാനസികമായി സന്തോഷിച്ചു കൊണ്ടിരിക്കണം. ഒരു ഗർഭിണി പീഡനമേൽക്കേണ്ടി വന്നാൽ,
മാനസിക സംഘർഷങ്ങൾ ഏൽക്കേണ്ടി വന്നാൽ, മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാവേണ്ടി വന്നാൽ, ഈ ഗർഭത്തിലുള്ള കുട്ടിയെ ഒന്നിരിക്കൽ ശാരീരികമായ വൈകല്യം, ആന്തരിക അവയവങ്ങളിലുള്ള വൈകല്യം, എല്ലാറ്റിലുമുപരി ആ കുട്ടിയുടെ മാനസികമായ വൈകല്യം ഇത് സംഭവിച്ചേ പറ്റൂ. ഈ വൈകല്യം സംഭവിക്കുമ്പോൾ അനുസരണ സ്വഭാവമുള്ള കുട്ടികൾ ഉണ്ടാകൂല, വികൃതി കുട്ടികൾ ഉണ്ടാകും. ഈ തരത്തിലേക്ക് ആ കുട്ടി ആയത് കുട്ടിയുടെ തെറ്റുകൊണ്ടല്ല. ചെയ്യാത്ത കുട്ടിയെ നാം ദ്രോഹിക്കുകയാണ്, അക്രമം ചെയ്യുകയാണ്. ഒരിക്കലും ഇത് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷമല്ല. നമ്മള് ഇതിന് പ്രതിരോധിക്കൽ എപ്പോഴാ? എന്റെ മകൻ വികൃതിയാണ്, കുറച്ചാണ്ട് കഴിഞ്ഞ അവൻ പറഞ്ഞാൽ കേൾക്കണില്ല, പിന്നെ കള്ളുകുടി തുടങ്ങി, വ്യഭിചാരം തുടങ്ങി, വലിയ മനുഷ്യനായിട്ട് പോലും അവന്റെ സ്വഭാവങ്ങളിൽ മാറ്റം വന്നില്ല. അപ്പൊ നമ്മള് പഠിച്ചോനെ ഉസ്താദെ എന്റെ കുട്ടിക്ക് വേണ്ടി തോർക്കണം, ഓൻ ബുദ്ധിമോശം അങ്ങനെ ആയതാണ്, ഓൻ കള്ളുടിച്ചാണ്, അതാക്കാണ് ഇതാക്കാണ്, എന്റെ വക ഒരു കോഴിമുട്ട സംഭാവന നിങ്ങൾ തോർക്കണം എന്ന് പറഞ്ഞു കണ്ട് അപ്പോഴാണ് നമുക്കിത് ഓർമ്മ വരണത്. കോഴിമുട്ട കൊടുത്താൽ കുട്ടി നന്നാവൂലേ എന്നുള്ളത് വേറെ വർത്താനാണ്. അപ്പോഴേ നമ്മൾ ചിന്തിക്കണുള്ളൂ. ഓരോന്നിനും അതിന്റെ സമയത്ത് ചെയ്യേണ്ടത് സമയത്ത് തന്നെ ചെയ്യണം. ബസ് പോയതിന് ശേഷം കൈയാട്ടിയിട്ട് കാര്യമില്ല. കൈയാട്ടേണ്ട സമയം ഉണ്ടായിരുന്നു, അപ്പോഴാണ് കൈയാട്ടേണ്ടത്. ഗർഭത്തിലിരിക്കുന്ന കുട്ടി നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, കുടുംബാംഗങ്ങൾ നല്ലൊരു അന്തരീക്ഷം കുടുംബത്തിൽ സൃഷ്ടിക്കണം. മാനസികമായ സന്തോഷം നൽകണം. മാനസിക സന്തോഷം നൽകാനുള്ള പല മാർഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മാർഗം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, ഹൃദയ സമാധാനം അള്ളാഹുവിന്റെ സ്മരണയിലാണ്. പരിശുദ്ധ ഖുർആൻ ഓതുകയാണ്, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുകയാണ്, മാലയും മൗലിദും ചൊല്ലുകയാണ്, ദിക്റും സ്വലാത്തും ചൊല്ലുകയാണ്. അവർക്ക് മനസ്സമാധാനമുണ്ട്. ഗർഭകാലത്ത് മൊബൈൽ മേൽ ഇങ്ങനെ തോണ്ടിക്കളിച്ച് വേണ്ടാത്ത ആവശ്യങ്ങളൊക്കെ കേട്ട് കണ്ട് മനസ്സ് സംഘർഷമായാൽ മനസ്സിന് സമാധാനമുണ്ടാകൂല. ടെലിവിഷന്റെ മുന്നിലിരുന്നാൽ മനസ്സിന് സമാധാനമുണ്ടാകൂല. അതൊക്കെ താൽക്കാലികമായ ഹോബി മാത്രമാണ്, ശാശ്വതമായ സമാധാനത്തിന്റെ മാർഗമല്ല. അതുകൊണ്ട് തന്നെ മാനസിക സംഘർഷങ്ങളില്ലാത്ത അന്തരീക്ഷത്തിൽ ഒരു ഗർഭിണി ജീവിക്കുമ്പോഴാണ് കുട്ടികൾ മാനസിക വൈകല്യമില്ലാതെ ജനിക്കുന്നത്. അവര് മാത്രമേ പറഞ്ഞാൽ അനുസരിക്കുകയുള്ളൂ. ഇത് അന്നാണ് നാം ചിന്തിക്കേണ്ടത്. പക്ഷെ ഗർഭകാലത്ത് ഉള്ള ഒരു ഉമ്മ ഇങ്ങനെ ആവണമെങ്കിൽ ഈ തരത്തിലുള്ള ഉമ്മയെ നാം വിവാഹം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ വന്നതിന്റെ ശേഷം ഇവളെങ്ങനെയെങ്കിലും ശരിയാക്കാന്ന് വിചാരിച്ചാൽ നടക്കൂല. വിവാഹ അന്വേഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാൽ ലിമാലിഹാ വലിഹസബിഹാ വലിജമാലിഹാ വലിദീനിഹാ ഫൾഫർ ബിദാത്തിദ്ദീൻ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹ ആലോചന പോലും എങ്ങനെ നടത്തണമെന്ന് നമ്മൾക്കറിയില്ല. ഇപ്പൊ നമുക്ക് ചില ആളുകൾ വിളിക്കും, എന്ത് ഇന്ന ആള് ഇന്ന മോനെ കൊണ്ട് പറയുന്നുണ്ട്, എങ്ങനെ എന്താ പാട്, അതിന് മറുപടി പറയാൻ പാടുണ്ടോ? പ്രത്യേകിച്ച് ഒരു പക്ഷെ മൊബൈൽ ഇത് റെക്കോർഡ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വിളിക്കണം തന്നെ. ഇത് കുഫുവക്കലാണല്ലോ. നല്ല പെണ്ണുങ്ങൾ നല്ല പുരുഷന്മാർക്കുള്ളതാണ്, മോശപ്പെട്ട പെണ്ണുങ്ങൾ മോശപ്പെട്ട ആളുകൾക്ക് അവര് തമ്മിൽ കുഫുവക്കും. ഈ വിളിക്കുന്ന ആളാരാന്ന് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അയാൾ വിളിക്കുകയാണ്, തെന്നൽന്നാ പറയണത്. എന്നാ മുപ്പര് മുസ്ലിയർക്കൊന്ന് വിളിച്ചു നോക്കാം, എന്റെ ചങ്ങായിയാണ്, വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങോട്ട് ഇപ്പം എനിക്ക് വിളിക്കുകയാണ്, ഞാൻ എന്നെ ആള് ചങ്ങായിയാണ്, അയാൾ നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അതിന് മറുപടി അറിയരുത്. കാരണം അത് തൊയ്യബാത്താണ്, നല്ല പെണ്ണാണ്. അതെങ്കിൽ പിന്നെ ഇവര് തൊയ്യബീനാണോ നമുക്ക് പരിശോധിക്കാം. അവരെന്താണെന്ന് നമുക്കറിയോ? ഇവരെന്താണെന്നറിയോ? ഇത് കുഫുവക്കലല്ലേ. രണ്ട് കുടുംബവും അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ അവർ അഭിപ്രായം പറയാൻ പാടുള്ളൂ. അതിന് നമ്മൾ അധികവും അന്വേഷിക്കല് വാപ്പാന്റെ കുടുംബാണ്. എന്നാ ഈ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് അധികവും ഉമ്മാന്റെ സ്വഭാവം ഉണ്ടാവുക. ഉമ്മ ഏതാണെന്ന് നമ്മൾ അന്വേഷിക്കൂല. നമ്മൾ മറ്റേ ആചാര്യ മാഷാ അല്ലാഹ് അവിടുത്തെ മഹല്ല് പ്രസിഡന്റാണ്, അവിടുത്തെ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്. ഈ മഹല്ല് പ്രസിഡന്റ് ഈ ബലാലിനേറ്റ് ഇറങ്ങാറായാൽ തുടങ്ങിയിട്ട് കാലൊരുപാടായി. പെരിയിൽ തിരക്കോട് തിരക്കാണ്, ഒരു നേരം ഒഴിവുണ്ടായില്ല.
മഹല്ല് പ്രസിഡന്റിനെ വിചാരിച്ചിക്കാണ്ട് മോളെ കെട്ടിയ നല്ല മട്ടായി. ഈ ഇമ്മാന്റെ ബാക്കിയാണ് നമ്മളെ പെരേക്ക് വരാനുള്ളത്. ഏകദേശം 1.5 വർഷക്കാലം ഗർഭിണികളല്ലാത്ത സ്ത്രീകളാണെങ്കിൽ 1.5 വർഷക്കാലം അവരുടെ വൈകാരികമായ ഹോർമോൺ കാരണം യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നുകൊള്ളണമെന്നില്ല. വൈകാരികമായ ഹോർമോണിന് 18 മാസമാണ് കാലാവധി, 1.5 വർഷക്കാലമാണ്. അപ്പൊ ഒരു നോർമൽ അവസ്ഥയിൽ 1.5 വർഷക്കാലം വരെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം പ്രത്യക്ഷമാകൂല. കാരണം അതിനേക്കാൾ വലിയ വൈകാരികമാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. 1.5 വർഷക്കാലം പുതിയാപ്പിളന്റെ കൂടെ താമസിച്ച ഒരു പെണ്ണാണെങ്കിൽ അവൾക്ക് വൈകാരിക ഹോർമോൺ നോർമൽ അവസ്ഥയിൽ വന്നു. പിന്നെയാണ് അവളുടെ യഥാർത്ഥ സ്വഭാവം വരിക. അപ്പൊ അമ്മായിമാക്ക് കുറ്റം, പുതിയാപ്പിളക്ക് കുറ്റം, അവിടെ കുറ്റം, ഇവിടെ കുറ്റം, സംഘർഷങ്ങളും പ്രശ്നങ്ങളുമായി. ആ പെണ്ണ് ഗർഭിണിയും കൂടി ആയാൽ പാരമ്പര്യമായി ആ പെണ്ണിന് വൈകല്യമുണ്ട്, അവളുടെ കുട്ടികൾക്കും വൈകല്യമുണ്ട്. സ്വഭാവം എന്തായാലും ആ സ്വഭാവത്തിലേക്ക് മടങ്ങും, യാതൊരു സംശയവുമില്ല. ഇത് നമ്മൾ അന്വേഷണത്തിൽ ഒരു പിഴവ് സംഭവിച്ചു. നമ്മൾ വാപ്പാനെ കുറിച്ച് അന്വേഷിച്ചിട്ടുള്ളൂ, ഇമ്മ ആരാണ്, എന്താണ്, എങ്ങനെയാണ് നമ്മൾ അന്വേഷിച്ചത് പോലുമില്ല. ഉമ്മാന്റെ സ്വഭാവമാണ് നല്ലൊരു കൂടുതൽ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും അവിടെ നമ്മൾ അന്വേഷണത്തിൽ പിഴവ് സംഭവിച്ചു. 2 കുടുംബത്തെക്കുറിച്ചും അറിയാത്തവരോട് ഒരാളോട് അന്വേഷിക്കാൻ തന്നെ പാടില്ല. കാരണം ഇത് ഉഷാർ തന്നെയാണ്, പക്ഷെ അത് അവിടേക്ക് പറ്റോ ഇല്ലേ എനിക്ക് പറയാൻ കഴിയില്ല. നമ്മൾ പരസ്പരം അറിയുന്നവർ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം, നമ്മളെ ജീവിത രീതി ഇങ്ങനെയൊക്കെയാണ്, നമുക്ക് ഇങ്ങനെ മട്ടത്തിലുള്ളതൊക്കെ ആണെങ്കിൽ വേണ്ടത് എന്ന് അവരുടെ സ്വഭാവങ്ങൾ അവർക്ക് പറഞ്ഞാൽ അയക്ക് പറ്റോ ഇല്ലെന്നത് പറഞ്ഞു നോക്കാം. ഇത് യാതൊരു മാനദണ്ഡവും ഇല്ല. നമുക്ക് പറ്റുമെന്ന് അയാൾ ചോദിക്കും, നമ്മളതിന് മറുപടിയും പറയും. ചിലപ്പോൾ ഈ പെങ്കെട്ട് മുടക്കലേർക്കുള്ള ശിക്ഷ പരോർത്തി എഴുതി കാണല്ലോ, ചിലപ്പോൾ നമ്മളതിൽ പ്രതിയാവും ചെയ്യും. സംഗതി ഗീബത്ത് പറയൽ ഹറാമാണെങ്കിലും പെങ്കെട്ട് അന്വേഷിക്കുമ്പോൾ ഇല്ല, ഈ ഉള്ള സംഗതി ഗീബത്താണെങ്കിലും പറയൽ നിർബന്ധമാണ് എന്നാണ് അല്ലേ. ഗീബത്ത് പറയൽ ഹറാമാണ്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത പറയാന്നാണല്ലോ. ഞാൻ ഒരാളെ പറ്റി എന്നോട് അന്വേഷിച്ചാൽ ഞാൻ ഉള്ള യഥാർത്ഥം പറഞ്ഞു കൊടുക്കണം, അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതല്ല. യഥാർത്ഥം പറയൽ വുജൂബാണ്, പറഞ്ഞില്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനാണ്. അപ്പൊ എന്നോട് അന്വേഷിച്ചാൽ ഞാനത് പറയണം. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ സംസാരിച്ചാൽ അത് റെക്കോർഡായി. കണ്ടോ, നിങ്ങളെ പറ്റി അവിടുന്ന് പറഞ്ഞ ഇങ്ങനെയാണ്, ആണ്ട് വിട്ടുകൊടുക്കുകയാണ്, നമ്മളിവിടെ പ്രതികളാകുകയാണ്, സ്വന്തം അയൽവാസികൾ തെറ്റേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് നന്നായി ശ്രദ്ധിക്കണം എന്ന് പറയണത്. ചുരുക്കത്തിൽ നമ്മുടെ കുടുംബജീവിതം വിവാഹത്തിൽ നിന്ന് ആരംഭിക്കുന്നുവെങ്കിൽ ആ വിവാഹത്തിൽ നിന്ന് വൈകല്യം വരാതിരിക്കണമെങ്കിൽ അവരുടെ കുടുംബത്തെക്കുറിച്ച്, ദീനിയായ അന്തരീക്ഷത്തെക്കുറിച്ച്, അയാളുടെ ഭാര്യ കുടുംബത്തെക്കുറിച്ച്, അവിടുത്തെ ദീനിയായ അന്തരീക്ഷങ്ങളും സ്വഭാവങ്ങളും എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു വിവാഹത്തിലേക്ക് നാം തുടക്കം കുറിക്കേണ്ടത്. ഇന്ന് കിട്ടിയത് അടിക്കണ കാലയിക്കണം. എന്താ കാരണം? ആൺകുട്ടികൾ ഇഷ്ടം പോലെ പെണ്ണിട്ടാണ്ട് പെൺകുട്ടികളെ കിട്ടാനുമില്ല അല്ലേ. എൻ്റെ നാട്ടിലെ സ്വഭാവം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല. പെൺകുട്ടികളെ കിട്ടാൻ കഴിയണില്ല, പല കാരണങ്ങളാണ്. അതിൽപ്പെട്ട ഒരു കാരണം പെൺകുട്ടികൾ സ്വതന്ത്രരാവുകയാണ്. വാപ്പ പറഞ്ഞാൽ കേട്ടോളന്നില്ല, ആങ്ങളെ പറഞ്ഞാൽ കേട്ടോളന്നില്ല. ആദ്യം എനിക്ക് പഠിക്കണം എന്ന് പറയും. ആദ്യത്തെ വർത്താനം അതാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലി വേണം എന്ന് പറയും. ജോലിയൊക്കെ ആയി അതിനുശേഷം അവള് സ്വതന്ത്രയായി ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടൊക്കെ ആയാൽ പിന്നെ ആരെ വേണം വേണ്ടാന്ന് തീരുമാനിക്കേണ്ടത് അവളാണ്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ സ്ത്രീയും പുരുഷനും ഈ വിഷയത്തിൽ തുല്യമല്ലല്ലോ. ഒരു പുരുഷന് പെണ്ണ് കെട്ടണമെങ്കിൽ ആരെയും വസീല വേണ്ട, അയാൾക്ക് ഏത് നാട്ടിൽ പോയി എവിടെയും പെണ്ണ് കെട്ടാം. പെണ്ണിന് ആ പെണ്ണിന്റെ ഉത്തരവാദിത്തപ്പെട്ട വലിയ ചെയ്തു കൊടുക്കണം. ഒരാളെ കൊളത്തിയിട്ടാണ് പടച്ചോൻ ആ നിയമം വെച്ചിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യവസ്ഥ തെറ്റിച്ചുകൊണ്ടാണ് പല സ്ത്രീകളും അവരവർക്ക് വേണ്ടത് അവർ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. പ്രേമവിവാഹങ്ങൾ ഞാൻ ഈ പറഞ്ഞ 18 മാസം കഴിഞ്ഞതിന് ശേഷം ഒന്നിരിക്കൽ പൊട്ടിച്ചീറ്റും, അല്ലെങ്കിൽ നീറിപ്പുകഞ്ഞ് ജീവിക്കേണ്ടി വരും. എന്താ കാരണം? പ്രേമിച്ച് കാണു കൊണ്ടുവരാണെങ്കിൽ ഉമ്മാക്കും ബാപ്പാക്കും തൃപ്തി ഉണ്ടാവില്ല, ഇവിടെയും തൃപ്തി ഉണ്ടാവില്ല, ഒരുപക്ഷെ അവിടെയും തൃപ്തി ഉണ്ടാവില്ല. ഇവര് തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാല് ഇവിടുത്തെ അമ്മ പറയും, ജോന്റെ കൂടെ ചാടി വന്നല്ലേ ജന്നയിക്കോന്ന് പറയും. അവിടുത്തെ അമ്മ പറയും, ജന്റെ ഇഷ്ടത്തിന് പോയതല്ലേ ഇനി ജന്ന സഹിച്ചോന്ന് അറിയും.
ആത്മഹത്യകൾ അതിന്റെ കാരണം കൊണ്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ പൊട്ടിച്ചീറ്റലുണ്ടാകുന്നു, അല്ലെങ്കിൽ നീറിപ്പുകഞ്ഞ് ജീവിക്കേണ്ടി വരും. സംശയരോഗം അവർക്കിടയിൽ വർദ്ധിക്കുകയും ചെയ്യും. കാരണം ഇവരെന്നെ സംശയാസ്പദമായ നിലയിലാണല്ലോ കൊളുത്തുണ്ടാക്കിയത്. അപ്പൊ ഇനി മറ്റു പലരും ഉണ്ടാകുമെന്ന് ധരിക്കും. എന്തെല്ലാം മുസീബത്തുകളാണ്. ഇപ്പൊ നാളൊരു കേസ് വന്നു. SSLC ഏതോ കാലത്ത് ജയിച്ച് പോയി, പിന്നെ കല്യാണം കഴിച്ചു, ഇവന് കുട്ടികളൊക്കെ ആയി. ഇപ്പൊ അവര് തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. എന്താ പ്രശ്നം? SSLC പഠിക്കുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ നിലവിൽ വന്നു. അങ്ങനെ ഉണ്ടല്ലേ, നമ്മൾ പഴയ ഗ്രൂപ്പൊക്കെ സജീവാക്കണം. ആ സജീവാക്കിയപ്പോ അന്ന് ചെറിയൊരു ലൈൻ ഉണ്ടായിരുന്ന ആള് ഇപ്പോ ഇതിന് പ്രത്യക്ഷപ്പെട്ടു. അന്നത്തെ സ്വഭാവം അനുസരിച്ച് ലൈൻ വന്നു, അത് പോയും ചെയ്ത്. പിന്നെ ഓളെ വൈക്കായി, ഇയാളെ വൈക്കായി, ഇയാള് പെണ്ണും കെട്ടി കുട്ടികളൊക്കെ ആയി. പക്ഷെ അന്നത്തത് ഓർമ്മ വന്നു. അപ്പൊ പിന്നെ ഇവര് PMൽ അങ്ങനെ ബന്ധപ്പെടാൻ തുടങ്ങി. ഇത് വർദ്ധിച്ചു. ഇത് പിന്നെ ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ തമ്മിൽ പ്രശ്നങ്ങളായി, സംഘർഷങ്ങളായി, കുടുംബ കലഹങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. പല കാരണങ്ങളെ കൊണ്ട് ഇങ്ങനെ സംഘർഷമായ ഒരു കുടുംബം നമ്മുടെ നിലനിൽക്കുന്ന തന്നെ നമ്മുടെ കുട്ടികളെ നന്നായി ബാധിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാമല്ലോ, ഒരു ഭാര്യയെ അടിക്കേണ്ട സാഹചര്യം വിശുദ്ധ ഇസ്ലാമിലുണ്ട്. وإن خفتم شقاق بينهما فابعثوا حكما من أهله وحكما من أهلها. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടാൽ നിങ്ങളിൽ നിന്നൊരു ഭാഗവും മറുഭാഗത്തു നിന്നും അതുപോലെയുള്ള ഒരു ടീം ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹാരം കാണട്ടെ. അതൊരു മാർഗമാണ്. മറ്റൊരു മാർഗം അവര് ബെഡിൽ നിന്ന് മാറിക്കിടക്കലാണ്. മറ്റൊരു മാർഗം പെണ്ണിനെ അടിക്കലാണ്. ഭാര്യയെ അടിക്കാം, അടിക്കേണ്ട സ്റ്റേജിലെത്തുമ്പോ അടിക്കാം. എന്നാൽ ഈ അടിയെ സംബന്ധിച്ച് പരാമർശിച്ചെടുത്ത് ഒരു ഭാര്യയെ എങ്ങനെ ശിക്ഷിക്കണം, എങ്ങനെ അടിക്കണം, അത് വളരെ വിശദമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് നമ്മുടെ കുടുംബങ്ങൾ ജീവിക്കുന്നത്. ഒരു ഭാര്യയെ അനാവശ്യമായി നോർമൽ സംസാരമല്ലാതെ ഒന്ന് ഉച്ചത്തിൽ സംസാരിക്കണമെങ്കിൽ, ഒരു ഭാര്യയെ അടിക്കണമെങ്കിൽ ആ മക്കൾ കാണാതിരിക്കൽ നിർബന്ധമാണ്. ബെഡ്റൂമിലിട്ട് ബായിലടിച്ചതിന് ശേഷം അത്യാവശ്യം തെറ്റില്ലാത്ത നിങ്ങൾ കൊടുത്തോളി. പുറത്തിറങ്ങിയാൽ രണ്ടാളും നല്ല ഹാപ്പിയാണ്. പുറത്തിറങ്ങുമ്പോൾ തന്നെ കണ്ണും മോറും ഇങ്ങനെ കുറുക്കന്റെ മുഖത്ത് നോക്കിയ മാതിരി ആവാൻ പാടില്ല. കാരണം കുട്ടികൾക്ക് മാതാവും പിതാവും സംഘർഷാവസ്ഥയാണെന്ന് ബോധ്യപ്പെടാൻ പാടില്ല. ഒരു ഭാര്യയെ അടിക്കുന്ന സ്ഥാനത്ത് തഫ്സീറിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. കാരണം സംഘർഷമായ മാതാപിതാക്കളെ കണ്ടു വളരുന്ന കുട്ടികൾ മാനസികമായ വൈകല്യങ്ങൾ ഉണ്ടാകും. മാതാവിനോടും പിതാവിനോടും വെറുക്കാനും പക്ഷപാതിത്വം ചെയ്യാൻ അത് കാരണമാവുകയും ചെയ്യും. തെറ്റ് ആരെടുത്തായാലും കുട്ടികളും ഉമ്മാൻ്റെ ഒപ്പാണേക്കാരം അല്ലേ? ന്യായങ്ങളും ന്യായക്കളും കൂടിയിട്ടല്ലേ ഈ ഒപ്പം കൂടുന്നത്. മറിച്ച് എത്ര വലിയ തമ്മാടിത്തരം ചെയ്ത ഉമ്മയാണെങ്കിലും കുട്ടിയുടെ മനസ്സ് ഉമ്മയോടൊപ്പമായിരിക്കും. പിതാവ് കൊടുക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കേണ്ടതായി വരും. പക്ഷേ പിതാവിന് ഈ കുട്ടികൾക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. കൊടുക്കേണ്ടത് മുഴുവൻ കൊടുക്കും വേണം. ഒരു നന്ദി ബോധവും ഈ കുട്ടികൾക്ക് ഉണ്ടാവില്ല. വാപ്പയോടുള്ള നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കേണ്ടത് ഉമ്മ മുഖേനയാണ്. ഉമ്മ മുഖേനയാണ് കുട്ടികൾക്ക് നന്ദി ബോധം ഉണ്ടാവേണ്ടത്. ഉമ്മ ഇടക്കിടക്ക് കുട്ടികളോട് പറയണം, മക്കളെ, നമ്മളെപ്പ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഈ പെരണ്ടായത്, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായത്, നിങ്ങൾക്ക് വിവാഹം വഹിച്ചത്, നമ്മളൊപ്പ ആയ കാലത്ത് നല്ലോണം നയിച്ചിക്കണം. ഇപ്പൊ വാപ്പ സുഖമില്ലാതെ ഗൾഫിൽ നിന്ന് റിട്ടയർഡായി വന്നാണ്. ഗുളികക്ക് കായ് ചോദിക്കാൻ അവസരം ഉണ്ടാക്കരുത്. ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തോളണം. മരുന്നൊക്കെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം. ഇനി നമ്മളെ വാപ്പ വിശ്രമിക്കട്ടെ, വാപ്പാനെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊരു മെസ്സേജ് ഉമ്മയിൽ നിന്ന് ഇടയ്ക്കിടെ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കണം. അതേ സമയത്ത് ചില ഉമ്മമാര്, ഈ സാധു തന്റെ 18-ാം വയസ്സിൽ ഗൾഫിൽ പോയതാ, 57, 58, 60 വയസ്സിലാണ് റിട്ടയർഡായി തിരിച്ചു വരുന്നത്. കാൽമുട്ടുകൊണ്ട് വെച്ച
നീര്, ചോര, പ്രമേയം, പ്രഷർ, കൊളസ്ട്രോൾ ഇന്നില്ലാത്ത സോക്കടുമില്ല. എന്നിട്ട് സാധുവോടെ എങ്ങനെ ഇരിക്കുമ്പോ ഉമ്മ പറയാണ്, കണ്ടാ നത്തി ഇരിക്കണമാതിരി ഇരിക്കണ്, ആയ കാലത്ത് പുലിക്കുട്ടിയായിരുന്നു, ഇപ്പം ഇങ്ങനെ മുണ്ടാതിരിക്കണ നോക്കണ്ട എന്നൊരു മെസ്സേജാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ ഈ കുട്ടികൾ വീണ്ടും ഉപ്പയെ അവമതിച്ചു കൊണ്ടിരിക്കും. കുട്ടികൾക്ക് ഉപ്പയോടും ഉപ്പാക്ക് കുട്ടികളോടും താല്പര്യമില്ലാതെ പിരിയേണ്ടി വരും. ഇത് രണ്ടിന്റെയും ഇടയിൽ മധ്യവർത്തിയായി ഉമ്മമാർ ജീവിക്കേണ്ടതുണ്ട്. ഉമ്മമാർ വാപ്പക്ക് സ്നേഹം വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട്. വാപ്പയും ഉമ്മയും അഭിപ്രായ വ്യത്യാസമൊക്കെ ശരിയാണ്, അതൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം മറന്നുകൊണ്ട് വാപ്പയെ സ്നേഹിക്കാൻ. അതുപോലെ തന്നെ ഉമ്മയില്ലാത്ത സന്ദർഭത്തിൽ വാപ്പ ഉമ്മയുടെ മഹത്വങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങളമ്മ മാഷാ അല്ലാ, എന്റെക്കൊന്നും വലിയ സുഖമൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും എന്നോട് വല്ലാത്ത സ്നേഹമാണ്, എന്റെ കാര്യത്തിൽ വല്ലാത്ത ശ്രദ്ധയാണ്. നീ എനിക്കെന്തെങ്കിലും സംഭവിച്ചെങ്കിലും ഉമ്മാന്റെ കാര്യം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം മക്കളെ എന്നൊരു മെസ്സേജ് വാപ്പ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ പരസ്പരം സ്നേഹമുണ്ടാവാൻ ആവശ്യമായ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോഴാണ് ഒരു കുടുംബ ജീവിതം ബാലൻസ് തെറ്റാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് നമ്മുടെ കുടുംബത്തിലെ സ്ഥിതി എന്താണ്. പലരും അന്ന് അക്കാലഘട്ടങ്ങളിൽ ഗൾഫിൽ പോയി അധ്വാനിച്ച് അവസാനം ചോരയും നീരുമായി തിരിച്ചു വന്നു. കുടുംബത്തിൽ വല്ല സമാധാനം ഉണ്ടോ? ബാങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ബാലൻസ് ഒപ്പിച്ചങ്ങനെ പോകാം. ബാങ്കിൽ ബാലൻസ് ഇല്ലെങ്കിലോ ഓന്റെ കുടുംബ ബാലൻസ് തെറ്റിയതന്നെ അല്ലേ? പല വീട്ടിലുള്ള അനുഭവമല്ലേ? നമ്മളൊരു സ്വസ്ഥമായിട്ട്, പ്രത്യേകിച്ച് ഗൾഫിൽ പോയ ആളുകൾ, അത് അവിടെ ഒരു അബദ്ധം സംഭവിച്ചിരിക്കണം. അവിടെ നമുക്കൊരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഈ ഗൾഫിൽ ഇങ്ങനെ കൊല്ലക്കണക്കിന് പോയിരുന്നാൽ തന്നെ നമ്മളെ കുടുംബങ്ങളുമായി മാനസികമായി അകൽച്ച സംഭവിച്ചു. ഇപ്പോഴല്ലേ ഈ വാട്സപ്പും മറ്റേ ക്യാമറയിൽ ഇത് കാണലൊക്കെ തുടങ്ങിയത്. മുമ്പത്തെ സ്ഥിതി എന്താണ്? ആദ്യത്തെ ഗൾഫിൽ പോയവരുടെ സ്ഥിതി എന്താണ്? 32 ദിവസം കഴിയുമ്പോഴാണ് ഒരു മെസ്സേജ്, ഒരു കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായി അടച്ചാൽ കിട്ടണത്. ലേങ്ങ കൂർമ്മണ്ട 32 ദിവസമാണ്. 16 ദിവസം അങ്ങോട്ട്, 16 ദിവസം ഇങ്ങോട്ട്. കുറച്ച് പ്രായമുള്ളവരോട് ചോദിച്ചു നോക്കുന്നുണ്ട്. ഇങ്ങനെ 2, 3, 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് സാധുക്കൾ തിരിച്ചു വരണത്. അപ്പോത്തിന് കുട്ടികൾ ഇതാമ്മ പോക്കരാക്കാന്ന് ചോദിച്ച കോലത്തിലായി. കുട്ടികളെ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കുട്ടികൾക്കാണോ പേരക്കുട്ടികളാണോ ഉപ്പാപ്പയോട് കൂടുതൽ അറ്റാച്ച്മെന്റ്? പേരക്കുട്ടികൾക്കാണോ കുട്ടികൾക്കാണോ നമ്മോട് കൂടുതൽ അറ്റാച്ച്മെന്റ്? എന്താ കാരണം? ഈ പേരക്കുട്ടികൾ ഈ ഉപ്പാപ്പയുടെ ചൂരും മണവും അനുഭവിച്ചു. ചൂരും മണവും അനുഭവിച്ചുകൊണ്ടുള്ള ജീവിതം അവരെ മനസ്സിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പാനെ കൂട്ടിപ്പിടിച്ചാൽ സമയം കിട്ടിയിട്ടില്ല, ചൂരും മണവും അനുഭവിച്ചിട്ടില്ല. വാപ്പ ഗൾഫിലായിരുന്നു, അല്ലെങ്കിൽ മറ്റിടങ്ങളിലായിരുന്നു. ഉപ്പാപ്പാനോട് അത്രേ ബന്ധമുണ്ടായിട്ടുള്ളൂ. ചൂരുമണവും അനുഭവിച്ചുകൊണ്ടുള്ളൊരു ജീവിതം അവർക്ക് കിട്ടിയിട്ടില്ല. അതേ സമയത്ത് പേരക്കുട്ടികൾ, ഇനിയുള്ള പേരക്കുട്ടികളെങ്കിലും നമ്മൾ നല്ലൊരു അറ്റാച്ച്മെന്റ് വേണം. അതിന് നമ്മൾ പേരക്കുട്ടികളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം. ചില ഉപ്പാപ്പമാര് വീട്ടിലേക്ക് വരുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഉപ്പാപ്പമാര് വീട്ടിൽ ചെന്ന് വണ്ടിയുടെ ഓണടി കേട്ടാൽ മതി, പേരക്കുട്ടികൾ വരിവരിയായിട്ടുണ്ട് വന്നിട്ട്, ഒരാള് മീൻ പൊതി, മറ്റാള് മറ്റേ പൊതി, ഈ പൊതി വലിയൊരു ആരവത്തോടു കൂടെ തേടി വന്നിട്ടാണ് കുട്ടികൾ അവിടത്തേക്ക് ഉപ്പാപ്പാനാണ് കൊണ്ടുപോവുക അല്ലേ? അതേ സമയത്ത് ചില പാപ്പാര് പോയി വരുമ്പോ വണ്ടിയുടെ ഓണടി കേട്ടാ ഒരു കുട്ടി അങ്ങട്ട്, മറ്റേ കുട്ടി ഇങ്ങോട്ട്, ഒരാൾ അങ്ങോട്ട്. മാമ ചോദിക്കാണ് കൊടുക്കടാ പോണെന്ന്. പാപ്പ വരണുണ്ട്, പുലി വരണമായിരിക്കും. ഇത് കുട്ടികളെ വായ്പാണോ പാപ്പാന്റെ വായ്പാണോ? ആരോ വായ്പ? പാപ്പാന്റെ വായ്പാണ്. കുട്ടികളോട് അത് അർഹിക്കുന്ന വിധത്തിൽ സ്നേഹത്തിലും താല്പര്യത്തിലും നാം പെരുമാറണം. മാനസികമായ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്നത് കുട്ടികൾ അനുസരിക്കുകയുള്ളൂ. അവരെ താല്പര്യപ്പെടുത്തിക്കൊണ്ടാണ് പറയേണ്ടത്, മട്ടിപ്പിച്ചുകൊണ്ട് പറയാൻ പാടില്ല. ബശ്ശിറൂ വലാ തുനഫിറൂ. നമ്മളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ, നിങ്ങളെ ഭാര്യമാര് പലരും വന്നിട്ടുണ്ടാവും, എന്നാലും ഞാൻ പറയട്ടെ, നിങ്ങളെ പഞ്ഞ് വേറെ കിട്ടൂലല്ലോ അല്ലേ? നമ്മളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ട ബാധ്യത ആർക്കാണ്? നമ്മളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ട ജോമിൽ ചുമതല ആർക്കാണ്?
മെല്ലെ പറഞ്ഞോളി, അവിടെ കേൾക്കണ്ട. സത്യാണത്. പച്ചക്കറി കൊടുന്നിട്ട് കൊടുത്ത ഭക്ഷണമായോ? മത്തി കൊടുന്നിട്ട് കൊടുത്ത ഭക്ഷണമായോ? ഇത് ഭക്ഷ്യയോഗ്യമാക്കി കൊടുക്കേണ്ട ചുമതല ഞമ്മക്കാണ്. ശരി, ഇനി നമ്മൾ തീർക്കേണ്ട ചുമതല അറ്റങ്ങൾ ചെയ്തു, നമ്മളെ സഹായിച്ചു, ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നു. നല്ലൊരു വാക്ക് നമ്മൾ പറയോ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തെ പ്രശംസിക്കുന്നത് അവരെ പ്രശംസിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് മാഷാ അല്ലാ നല്ല ഉഷാറായിക്കണം, ആരെയും നമ്മൾ കറി ഉണ്ടാക്കി, കുഞ്ഞോളം ഉണ്ടാക്കി, ഉമ്മ ഉണ്ടാക്കി, മാളും ഉണ്ടാക്കി, ആരുണ്ടാക്കി, വല്ല ടേസ്റ്റ് ഉണ്ടെന്നൊന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. പിറ്റേന്ന് മാളും കുഞ്ഞോളെല്ലാം കൂടി കറി ഉണ്ടാക്കാൻ തിരക്കൂടും. ഇന്ന് ഞാൻ ഉണ്ടാക്കിക്കോളാം, ഞാൻ ഉണ്ടാക്കിക്കോളാം, എന്നല്ല ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടില്ല ജി ഞാൻ ഉണ്ടാക്കിയ കാരനെ പറ്റി എന്ന് പറഞ്ഞാട്. അതേ സമയത്ത് നന്നായാലും നമ്മളൊന്നും മുണ്ടൂല. എന്തെങ്കിലും ഒരു ഉപ്പ് കുറവ് ഏറെ ആരടി ഇതുണ്ടാക്കി സാധനം കൊടുത്ത് നാസാക്കാൻ എന്ന് നമ്മൾ പറഞ്ഞാൽ പിന്നെ നമ്മളെ പഴയ ചണ്ടന്നെ കറി ഉണ്ടാക്കാൻ ഉണ്ടാവുള്ളൂ. പുതിയ ചണ്ടകളൊക്കെ ഇങ്ങനെയാണ് മാറിക്കളിച്ചു പോകും, നമ്മളാൾക്ക് ഭാരം കൂടും. അപ്പൊ എപ്പോഴും ഭക്ഷണത്തെ നന്നായി പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാ അഅബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തആമൻ ഖത്തു ഇൻഷാ യൗകുൽ വഇല്ലാ തറക. ആവശ്യമുണ്ടെങ്കിൽ തിന്നും, അല്ലെങ്കിൽ വേണ്ടാന്ന് നോക്കും. ഭക്ഷണത്തെ കുറ്റപ്പെടുത്താറില്ല. ഭക്ഷണം കഴിക്കുമ്പോഴും ഒരുപാട് മര്യാദകൾ കുട്ടികളെ ഒപ്പം ഇരുത്തി നമ്മൾ ചെയ്യിപ്പിക്കേണ്ടത്. നമ്മളെപ്പാരൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ആ കൈകൊണ്ട് തിന്നടാ, ഈ കൈകൊണ്ട് തിന്നടാ, ബിസ്മി ചെല്ലടാ, അങ്ങനെ തിന്നടാ, ഇങ്ങനെ തിന്നടാ എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. ഇന്ന് അതൊന്നുമില്ല, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. ചായയും കടിയും കൊടുന്നുവെച്ചാൽ ആദ്യം ചായ കുടിക്കേണ്ടത്, കടിയാ തിന്നേണ്ടത്? അഭിപ്രായം പറഞ്ഞോളെ. ചായ കടി, ഇങ്ങനെ ഇമാമിങ്ങൾക്കിടയിൽ എൻ്റെ അഭിപ്രായം ഉണ്ടെന്ന് പറയാം. ചില ഇമാമിങ്ങൾ ചായ കുടിക്കണം എന്ന് പറഞ്ഞ്, വേറെ ചില ഇമാമിങ്ങൾ കടിയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ശറയിൽ സുന്നത്ത് കടിയാണ്. മുമ്പ് നമ്മുടെ ജന്നമ്പറ സൈദാലി ഉസ്താദ്, ഞാൻ ചെറുപ്പത്തിൽ വെന്നുപറമ്പിൽ മുപ്പര് ദർസ് എടുത്തുമ്പോൾ വൈകുന്നേരം ഞാൻ പോയി. അപ്പൊ ചായയും കടിയും കൊടുത്തിച്ച്, നെയ്യപ്പം കൊടുത്തിച്ചിങ്ങനെ, ചായയും കൊടുത്തിച്ചിങ്ങനെ. സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞ മാതിരി എൻ്റെ കൈ ആദ്യം പോയത് ചായമ്മക്ക. എന്നാ പിന്നെ റൂട്ട് ക്ലിയർ അതിൻ്റെ ശേഷം കടി നേരം ഒന്ന് ആ ഒരു മനഃശാസ്ത്രമാണ് നമ്മളെത്തുള്ളത്. കയ്യോടെ പിടിച്ച് കടി കുലു വശ്രബു, തിന്തുവീൻ കുടിക്കുവീൻ. ഇതിൽ ആദ്യം പറഞ്ഞത് ഏതാ? തിന്നാനാണ്. അല്ല തുടങ്ങിയത് കൊണ്ട് തുടങ്ങൂ എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം തിന്നുക, പിന്നെ കുടിക്കുക. ഇത് സുന്നത്താണ്. ഇപ്പൊ ഞാൻ തട്ടുകടിയിലൊക്കെ യാത്രയിൽ ഏതെങ്കിലും തട്ടുകടിക്ക് കയറിയാൽ നമുക്ക് പറ്റിയ പീഡിയക്കാരനാണ് ഞാൻ വിളിച്ചു. എന്താ എൻ്റെ പേര്? എൻ്റെ പേര് ബഷീറാണ്. ഇജ്ജ് ഒരാൾ വന്നിരുന്നാൽ ആദ്യം കടിയ കൊണ്ടുവരിക, ചായ കൊണ്ടുവരിക. ആദ്യം കടി കൊടുത്താൽ അനക്കും ലാഭാണ്, ഇവർക്കും ലാഭാണ്. അതെന്താന്ന് വെച്ച് ഒരാളാണ് കയറുമ്പോ തന്നെ ചായ പറയുമ്പോ ഇജ് ചോദിക്കണം കടി ഏതാ വേണ്ടേന്ന്. അപ്പൊ ഒന്നിരിക്കൽ നെയ്യപ്പം, അല്ലെങ്കിൽ കൽത്തപ്പം, അല്ലെങ്കിൽ പഴംപൊരി ഏതാ ഉള്ളത് വെച്ചെങ്കിൽ ഓൻ പറഞ്ഞു അത് കൊണ്ടേ കൊടുക്ക്. കുലു വശ്രബു, ഓൻ തിന്നട്ടെ, തിന്നല് തുടങ്ങട്ടെ. അങ്ങനെ ഇജ് ചായ ഉണ്ടാക്കാൻ പോയി. ചായ ഉണ്ടാക്കി വന്നപ്പോത്തിന് ഈ കടി കഴിഞ്ഞിക്കണ്, എന്നാ ഒരു കടി കൊണ്ടെടുത്താ. അപ്പൊ എനിക്ക് ലാഭായില്ലേ? ഇവനും തന്നെ ആദ്യം കടി എന്നുള്ള സുന്നത്ത് ലാഭം അവനും കിട്ടി. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് എനിക്ക് പറ്റിയെടുത്ത് ഞാൻ പറയലുണ്ട്. അവിടെ ഒരു സുന്നത്തും കൂടി ഉണ്ട്. അങ്ങനെ ഓരോ വിഷയത്തിലും ശറഅ് സുന്നത്താക്കിയ ഓരോ നിബന്ധനയുമുണ്ട്. ഇപ്പൊ ഇന്ന് കുറച്ചു നേരത്തെ സംസാരിച്ചപ്പോ ഒരാള്, ഇവിടെ ഇരിങ്ങല്ലൂക്കാരെങ്കിലും ഉണ്ടാകും, പാലാണിയിൽ ഇന്നലെ ഒരു മരണം സംഭവിച്ചു. ഒരാള് വീട്ടിൽ ഒറ്റക്ക് കിടന്നുറങ്ങി. ഒരു കച്ചവടക്കാരനാണ്. അയാള് പീടി ഉറക്കണ കാണാനില്ല. അപ്പൊ ഇവിടെ പോയി ഓരോരുത്തർ വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല. അപ്പൊ ഒരാൾ പെരി പോയി നോക്കിയപ്പോ റൂമിൽ മരിച്ചു കിടക്കുകയാണ്. 50 വയസ്സായിട്ടുള്ളൂ. പെരക്കാര് വിരുന്നയിക്കണ്. സ്കൂള് പൂട്ടിയ സമയമുള്ളപ്പോ, വെക്കേഷൻ സമയമായതുകൊണ്ട് എല്ലാവരും കൂടി വിരുന്നുപോയി. ഇയാളെ പെരിയിൽ ഒറ്റക്കാക്കിയിട്ട് ഇയാൾ മരിച്ചു കിടക്കുകയാണ്. അങ്ങനെ വാതിലെല്ലാം കൂടി കുത്തി പൊളിച്ച് എടുത്തെന്ന് പറഞ്ഞു. മുമ്പ് സൈദാലി ഉസ്താദിന്റെ സ്വഭാവം തന്നെ. സൈദാലി ഉസ്താദ് ഒരിക്കതുപോലെ പെരക്കാർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും അടുത്ത ആഴ്ച അവിടെ ഉണ്ടാവൂല, ഞങ്ങളെല്ലാവരും പെരയ്ക്ക് പോകും, ചോറും കൂട്ടാനൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ വന്ന് എടുത്ത് വെച്ചോണ്ടി, ഞങ്ങൾ പിറ്റേന്നേ വരുള്ളൂ എന്നാണ്. മൂപ്പര് ചെന്നപ്പോ ചോറും കൂട്ടാനൊക്കെ എടുത്ത് വെച്ചിക്കണ്. ചോറും കൂട്ടാനൊക്കെ തിന്നതിന് ശേഷം മൂപ്പര് 4 കിലോമീറ്റർ അപ്പുറത്തൊരു ശിഷ്യന്റെ വീടുണ്ട്. ആ വീട്ടിലേക്ക് നടന്നു. എന്നിട്ട് ശിഷ്യനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. ശിഷ്യൻ വിചാരിച്ചു ഇന്നെക്കൊണ്ട് എന്തെങ്കിലും ഹിദമാത്തുകൾ വീട്ടിൽ ചെയ്യാണ്ടാവും, അതുകൊണ്ടാണ് ഇപ്പൊ ഈ അന്തിപാത്രാക്കിനെ വിളിച്ചോണ്ട് പോണത് എന്ന് വിചാരിച്ച്
ചെന്ന് നോക്കുമ്പോൾ ഹിദമാത്തുകളൊന്നും ചെയ്യാൻ പിന്നെ ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, അല്ല ഉസ്താദെ, ഇത്ര ദൂരെ നടന്നുകാണ്ട് നിങ്ങൾ ഇന്നെ കൊടുന്നത് നിങ്ങൾക്ക് ഒറ്റക്ക് എടുക്കാൻ പേടിയായിട്ടാണല്ലേ എന്ന് ചോദിച്ചു. അല്ലടാ, എനിക്ക് പേടിയായിട്ടല്ല, ഒരാളൊരു വീട്ടിൽ ഒറ്റക്ക് കിടന്നുറങ്ങൽ കറാഹത്താണ്. ഇന്നുവരെ ഞാൻ അറിഞ്ഞുകൊണ്ടൊരു കറാഹത്ത് ചെയ്തിട്ടില്ല. ഹറാം ചെയ്തിട്ടില്ല എന്നല്ല പറയണത്, ഇന്ന് വരെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു കറാഹത്ത് ചെയ്തിട്ടില്ല. ആ കറാഹത്തിൽ നിന്ന് ഒഴിവാകാനാണ് 4 കിലോമീറ്റർ അങ്ങോട്ടും 4 കിലോമീറ്റർ ഇങ്ങോട്ടും നടന്നു പോയത്. ഇങ്ങനെയുള്ള നമ്മുടെ ശറഅ് നിശ്ചയിച്ച ഒരുപാട് പരിധിയും ഹദ്ദുകളും ഭാഗങ്ങളുമുണ്ട്. അതൊക്കെ നാം പഠിക്കുകയും നമ്മൾ പകർത്തുകയും നമ്മളെ കുട്ടികളിലൂടെ നടപ്പിൽ വരുത്തുകയും വേണം. ഒരു വിവാഹ അന്വേഷണം നടക്കുമ്പോൾ ശറഅ് പാലിച്ച നിബന്ധനകൾ നമ്മൾ പാലിക്കണം. ഒരു കല്യാണം നടക്കുമ്പോൾ എങ്ങനെയാണ് കല്യാണം വേണ്ടതെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന് കല്യാണം നിശ്ചയിക്കുന്ന കാരണവന്മാർക്ക് പോലും നാട്ടിൽ റോളില്ല, അല്ലേ? മുമ്പൊക്കെ ഒരു നാട്ടിൽ ഒരു അറിയപ്പെട്ട കാരണവലുണ്ടാകും, ആ കാരണവല നേതൃത്വത്തിലൊക്കെ തീരുമാനമാകും. ഇപ്പോ ഡിസംബറിൽ ഇപ്പോഴും ഉണ്ടാകലുണ്ട്, നിശ്ചയിക്കൽ ഇപ്പോഴും ഉണ്ടാകലുണ്ട്. എത്ര പണി എല്ലാവരും കൂടി ദിവസം നമ്മളെ ഓഡിറ്റോറിയം അന്നും തീരുമാനിച്ചു വെച്ചിരിക്കണം. അഞ്ഞ് ചോദിക്കാനും പറയാനൊന്നും ഇല്ല, പിന്നെ കൊടുക്കലും വാങ്ങലും ഇപ്പൊ ഏതായാലും ഇല്ലല്ലോ. എന്നാ പിന്നെന്താ അൽ ഫാത്തിഹ പൊറാട്ട, വേറെത്താ ഫാത്തിഹയും പൊറാട്ടി, വേറെ ഒരു വർത്താനും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പെരക്കാർക്ക് പുതിയാപ്പിള വെപ്പിള വരണമെന്ന അപ്പം എന്താണ് പുതിയാപ്പിള വരുന്ന സമയത്ത് ഒരു ആർഭാടമാണ്. കുട്ടികൾ വന്നിട്ട് ഇങ്ങോട്ട് കൂത്താടുകയാണ്. പ്രത്യേകിച്ച് 3 മണിക്കൊക്കെ പുതിയാപ്പിള വരണോടത്ത് ഈ പെരിയിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആണുങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് ചോറ് കഴിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ഈ പെണ്ണുങ്ങൾ മാത്രമുള്ള പെരയില് കൂത്താടാൻ വേണ്ടി ഈ ചെറുപ്പക്കാർ വരികയാണ്. നമ്മളെ ഒരു സുഹൃത്തിന്റെ പുതിയാപ്പിള വരുമ്പോൾ ഞാൻ കല്യാണത്തിന് എന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ പുതിയാപ്പിള വരുന്നുണ്ട്, ഒന്ന് തുറന്നിട്ട് പോകാറുണ്ട്. എന്നായിക്കോട്ടെ വിചാരിച്ച് ഇങ്ങനെ കാത്തിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡ്രൈവർ വിളിച്ചാൽ, ഉസ്താദെ അത് വരണം വണ്ടിക്കാളിന്ന് പറഞ്ഞു. ആ ജാതി വരവാ. അങ്ങനെ ഈ പെരീക്ക് ഇങ്ങനെ ആടിപ്പാടി ഇങ്ങനെ വന്ന് കൂത്താട്ടത്തോട് വന്നപ്പോ ഈ പെരീത്തെ ഒരു കാരണോല് ചോദിച്ചു, അല്ല മക്കളെ, നിങ്ങളൊരു കുടുംബത്തേക്ക് കയറി വരികയപ്പോ ഇങ്ങനെ ഈ കോലത്തില്. അപ്പോ കുട്ടികൾ പറയാണ്, ഇവൻ ഞങ്ങളെ കല്യാണമൊക്കെ ആക്കി അയച്ചെന്ന ആളാണ് ഈ പുതിയാപ്പള, പിന്നെ ഓൻ്റെത് കഥാവ് വിട്ടപ്പോഴല്ലാതെ എപ്പോഴാ ഞങ്ങൾക്ക് പറ്റുക? അങ്ങനെ പലതും ആക്കി അയച്ച ആളാണ്. അങ്ങനെ വെറും കൂത്താട്ടമായി മാറിയില്ലേ? നമ്മളെ വീടുകളിൽ പോലും, ബന്ധപ്പെട്ട വീടുകളിൽ പോലും കല്യാണത്തിന് പോകാൻ പറ്റാത്ത സാഹചര്യമല്ലേ? ഈ അടുത്ത് ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ, നമ്മളെ ബന്ധപ്പെട്ട തന്നെയാണ്, കല്യാണത്തിന് പോയപ്പോൾ വാപ്പിയും ഈ പുതിയണ്ണുണ്ട് ഇങ്ങനെ ഡൈനിങ് ഹാളിൽ നിൽക്കണം. +2 പ്രായമുള്ള അല്ലെങ്കിൽ അതിൻ്റെ മേലെ പ്രായമുള്ള ചെക്കന്മാരിങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കയ്യ് കുലുക്കി പോവുകയാണ്. ഇവർക്ക് അവസാനത്തെ സലാം പറഞ്ഞുകൊണ്ട് ബാപ്പ ഇങ്ങനെ ഇരുത്ത് നിൽക്കണം. ഞാൻ ചോറ് കഴിച്ചാൽ ഇറങ്ങിപ്പോന്നു. എത്തപ്പത് കാലം നമ്മളെ ഗ്രാമങ്ങളിലാണ് ഈ നടക്കുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഈ വിഷയത്തിൽ ഒരു പ്രശ്നവുമില്ല. ഈ അടുത്ത് നമ്മളെ പരിസരത്ത്, സ്ഥലം പറഞ്ഞില്ല, നമ്മളൊരു 3 കിലോമീറ്റർ ചുറ്റളവിൽ ജുമുഅന്റെ സമയത്ത് ഖുതുബ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു സുഹൃത്ത് നേരം വൈകിയതുകൊണ്ട് തിരക്കിട്ട് പള്ളിയിലേക്ക് പോവാണ്. തൊട്ടപ്പുറത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിന്റെ ഇടയ്ക്ക് കണ്ട് ഒരു ആണും പെണ്ണുമാണ് പോകണം. അപ്പൊ അവരിപ്പോ ഈ നേരത്ത് കൊടുക്കാൻ വിചാരിച്ച് ഇയാള് അവിടെ പോയി നോക്കുമ്പോ കാണാൻ പറ്റാത്താണ് കാണുന്നത്. നട്ടുച്ച നേരത്ത് പള്ളിന്റെ അടുത്ത് എന്തടങ്ങൾ എവിടെയുള്ളവരാണെന്നുണ്ട് ഒച്ചപ്പാടുണ്ടാക്കിയപ്പോ ഈ ആണാണ് ചൂളി ഭക്ഷണമായിട്ട് കണ്ട് എന്താ പറയണത് കൊടുത്തല്ല. പെണ്ണ് ചോദിക്കാണ്, തന്ത എങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചിക്കണ. പെണ്ണുങ്ങൾക്ക് ഉസർ കൂടിയ കാലാണ്, മനസ്സിലായോ? ഈക്വാലിറ്റി പാസ്സായ കാലാണ്. ഇപ്പൊ നമ്മളെ പേരിൽ ചെന്നാൽ കുറച്ച് കട്ടൻ ചായ എടുത്താൽ അന്ന് കട്ടൻ ചായ കിട്ടും, അല്ലേ? ഇനിയുള്ള തലമുറ കട്ടൻ ചായ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കടി മറ്റാൾ എടുക്കേണ്ടി വരും. ഈക്വാലിറ്റി ആണല്ലോ. അപ്പൊ ഈ തരത്തിൽ നമ്മുടെ കുടുംബ ജീവിതം ആകെ ഫസാദായിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും നിങ്ങളെ ശരീരവും നിങ്ങളെ കുടുംബങ്ങളും നരകത്തെ തൊട്ട് കാത്തു രക്ഷിക്കണമെന്ന് അള്ളാഹു പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നാം അറിയണം, നാം പഠിക്കണം, മാറ്റങ്ങൾ ഉണ്ടാവണം, അവനവൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അർഹമുർ-റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതം അവൻ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളുടെ ജീവിതമായി സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഞാൻ
വാട്സപ്പിലൂടെ സ്ത്രീകൾക്ക് പള്ളി ദർസിൽ പഠിക്കുന്നത് പോലെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. അൽഹംദുലില്ലാ 2-3 വർഷങ്ങളായി സ്ത്രീകൾക്ക് അവരവരുടെ വീട്ടിലിരുന്നു കൊണ്ട് മുതഅല്ലിമീങ്ങൾ പള്ളി ദർസിൽ പഠിക്കുന്നത് പോലെയുള്ള സിലബസ് പഠിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഉമ്മമാർക്കോ ബന്ധപ്പെട്ട ആളുകൾക്കോ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബന്ധപ്പെട്ട അതിൻ്റെ ലിങ്ക് തരാം. സ്ത്രീകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. 4000-ഓളം വരുന്ന മുതഅല്ലിമാത്തുകളുണ്ട്. 13 വയസ്സ് തൊട്ട് 72 വയസ്സ് വരെയുള്ള പലരും അതിലുണ്ട്. പ്രായഭേദമില്ല, ഫീസ് ഒട്ടുമില്ല. പഠിക്കാം, കിതാബോധി പഠിക്കാം, ദീന് പഠിക്കാം, മുതഅല്ലിമാത്തുകളാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട ഇബാദുകളിൽ ഉൾക്കൊള്ളിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു മാഫാക്കി തരുമാറാവട്ടെ. കഷ്ടപ്പാടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ, ആലിമീങ്ങളാക്കട്ടെ. രോഗങ്ങൾ അല്ലാഹു ഷിഫിയാക്കി തരട്ടെ. കുടുംബജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളെ ഉപ്പമാർ, ഉമ്മമാർ, എളാപ്പ മൂത്താപ്പമാർ, അമ്മായികൾ, എളാമ മൂത്തമ്മമാർ, ഉപ്പാപ്പമാർ, ഉസ്താദുമാർ, വയൽവാസികൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നമ്മളെ സഹായിച്ചവർ, നമ്മളെ ദീനിയായ സംരംഭങ്ങളെ സഹായിച്ചവർ, എല്ലാവരുടെയും ഖബർ ജീവിതം അല്ലാഹു റാഹത്തിലാക്കി തരട്ടെ. അല്ലാഹു സന്തോഷത്തിലാക്കി തരട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും അവൻ്റെ ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കൾക്ക് അനുയോജ്യമായ വിവാഹം നൽകി അല്ലാഹു സഹായിക്കുമാറാവട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കളെ തരട്ടെ. ഗർഭിണിയുടെ പ്രസവം സുഖപ്രസവമാക്കട്ടെ. വീടില്ലാത്തവർക്ക് വീട് നൽകട്ടെ. അല്ലാഹുവേ, അതിനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണം റഹ്മാൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.